ടോപ്പ് ട്യൂഷന്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 7 സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. ഈ ചാപ്റ്ററിന്റെ ലെറ്റർ എസ് സെക്ഷനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ക്വസ്റ്റ്യൻ: നമ്മൾക്ക് കുറച്ച് സോൾട്ട്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ കെമിക്കൽ ഫോർമുല: പൊട്ടാഷ്യം ക്ലോറൈഡ്, അമോണിയം സൾഫേറ്റ്, അലുമിനിയം ക്ലോറൈഡ്, സോഡിയം അസറ്റേറ്റ്. ഈ സോൾട്ട്സിൻ്റെ റിലേറ്റഡ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ഉള്ളത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. സോൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ സോൾട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ KCl ഉണ്ടായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് KOH. അത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് ഈ KCl എന്നുള്ള സോൾട്ട് ഉണ്ടായത്. സിമിലർലി അമോണിയയും സൾഫ്യൂറിക് ആസിഡ് റിയാക്ട് ചെയ്തിട്ടാണ് ഈ അമോണിയം സൾഫേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്തിട്ടാണ് ഈ AlCl3 എന്നുള്ള സോൾട്ട് ഉണ്ടായത്. സിമിലർലി സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് അസറ്റിക് ആസിഡാണ് ഈ സോഡിയം അസറ്റേറ്റ് എന്നുള്ള സോൾട്ട് ഉണ്ടാക്കിയത്. ഇങ്ങനെ ഈ സോൾട്ടിനെ റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് അതിൽ കറക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: KCl ഡസ് നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. KCl ഹൈഡ്രോളിസിസിന് വിധേയമാകുമോ അത് നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ ആദ്യം നോക്കണത് KCl എങ്ങനെയെന്ന് ഉണ്ടാകിയത്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് KOH. ആ ആസിഡും ബേസും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ ഇത് ഉണ്ടായ HClഉം സ്ട്രോങ് ആസിഡാണ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസുമാണ്. അതായത് ഈ KCl ഉണ്ടായത് സ്ട്രോങ് ആസിഡിൽ നിന്നും സ്ട്രോങ് ബേസിൽ നിന്നുമാണ്. ആ സോൾട്ട് വെള്ളത്തിൽ ഇത് ഹൈഡ്രോളിസിസിൽ വിധേയമാകില്ല. കാരണം ഇത് രണ്ടും സ്ട്രോങ് ആയത് കാരണം, ആസിഡും ബേസും സ്ട്രോങ് ആയത് കാരണം ഇതൊരു ന്യൂട്രലൈസ്ഡ് ഫോമിലായിരിക്കും. ആസിഡിക്കും ആയിരിക്കില്ല, ബേസിക്കും ആയിരിക്കില്ല. അപ്പോൾ KCl ഡസ് നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ് ആണ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്: അമോണിയം സൾഫേറ്റ് ഈസ് ആൻ അസിഡിക് സോൾട്ട്. അമോണിയം സൾഫേറ്റ്, ഇവിടെ ആസിഡ് ഏതാണ്? H2SO4. H2SO4 ഒരു സ്ട്രോങ് ആസിഡാണ്. ബേസ് ആയുള്ളത് അമോണിയ. അമോണിയയും H2SO4ഉം റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് അമോണിയം സൾഫേറ്റ് എന്ന ഈ സോൾട്ട് ഉണ്ടായത്. ഈ അമോണിയ വീക്ക് ബേസ് ആണ്. അപ്പോൾ അമോണിയം സൾഫേറ്റിൻ്റെ ആസിഡ് സ്ട്രോങ് ആണ്, വീക്ക് ബേസ് ആണ്. ഏതാണ് സ്ട്രോങ്? അതായിരിക്കും ഹൈഡ്രോളിസിസ് കഴിഞ്ഞ ആ സൊല്യൂഷനുടെ സ്റ്റേജ്. അതായത് സ്ട്രോങ് ആസിഡ് ആയത് കാരണം സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: AlCl3 ഈസ് എ ബേസിക് സോൾട്ട്. AlCl3 ബേസിക് സോൾട്ട് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ AlCl3 എങ്ങനെ ഉണ്ടായത്? HCl ആണ് ആസിഡ്. HCl ആസിഡ് വെരി സ്ട്രോങ് ആസിഡാണ്. ബേസ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ബേസ് ആയിട്ട് വരുന്നത്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ആണ്. വീക്ക് ആയിട്ടുള്ള ആസിഡും വീക്ക് ആയിട്ടുള്ള ബേസും സ്ട്രോങ് ആയ HCl ആസിഡുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആസിഡാണ് ഇവിടെ സ്ട്രോങ്. ആസിഡ് സ്ട്രോങ് ആകുമ്പോൾ സൊല്യൂഷൻ എന്തായാലും അസിഡിക് ആയിരിക്കണം. അപ്പോൾ ഈ അലുമിനിയം ക്ലോറൈഡ് ബേസിക് ആണെന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നെക്സ്റ്റ്, സോഡിയം അസറ്റേറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ബേസിസിറ്റി ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ. അതായത് അക്വസ് സൊല്യൂഷനെ ബേസിക് ആക്കും എന്നാണ് ഈ സോഡിയം അസറ്റേറ്റ് ചെയ്യുന്നതെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോഡിയം അസറ്റേറ്റിൻ്റെ അനലൈസ് ചെയ്യും. സോഡിയം ഹൈഡ്രോക്സൈഡും അസറ്റിക് ആസിഡും റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് സോഡിയം അസറ്റേറ്റ് കിട്ടിയിരിക്കുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസ് ആണ്. അസറ്റിക് ആസിഡ് വീക്ക് ആസിഡാണ്. അപ്പോൾ ഏതാണ് സ്ട്രോങ് ഉള്ളത്? ബേസ് ആയ സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റും അനലൈസ് ചെയ്തതിൽ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തെഴുതാം. KCl does not undergo hydrolysis. Ammonium sulfate is an acidic salt. Correct state. Then sodium acetate is used to increase the basicity of the aqueous solution. Sodium acetate solution basic ആക്കുന്നു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്.
ക്വസ്റ്റ്യൻ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ്റെ ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം എ ആൻഡ് ബി. എയും ബിയും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത് ഹൈഡ്രജനും ക്ലോറിനും റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ്. അതായത് കോമ്പിനേഷൻ റിയാക്ഷനാണ്. ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് ആദ്യം കിട്ടുന്നത്. ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് എക്സോതെർമിക് റിയാക്ഷനാണ്. ഈ ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ബോക്സിനെ നമ്മൾ പറയുന്നത് HCl ഓവൻ അഥവാ HCl ബർണർ, അതായത് ഹൈലി ഹീറ്റ് ജനറേറ്റിംഗ് ഒരു ചേംബറാണ് ഇത്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനിലുള്ള ഈ ഫസ്റ്റ് ബോക്സ് HCl ഓവൻ, ഉള്ളത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. ഈ ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ടുള്ള HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ്. ഇനി ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ 2HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. ഇനി ആ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഡീ അയണൈസ്ഡ് വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അക്വസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതൊരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ബി ഏതാണ്? ഡീ അയണൈസ്ഡ് വാട്ടർ, അതായത് പ്യുവർ വാട്ടർ. ഈ ചേംബറിൽ നിന്ന് കിട്ടുന്ന ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് പ്യുവർ വാട്ടർ, ഡീ അയണൈസ്ഡ് വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അക്വസ് HCl, ഇതൊരു കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു വേർഡ് വെബാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു കോമ്പൗണ്ടിൻ്റെ ഉപയോഗം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വേർഡ് വെബ്. ആ കോമ്പൗണ്ട് എ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ കോമ്പൗണ്ട് എയുടെ രണ്ട് ഉപയോഗം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഒന്ന് മെഡിസിൻ പ്രിപ്പറേഷന് ഉപയോഗിക്കുന്നു, രണ്ടാമത് ബോക്സൈറ്റിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് അലുമിനിയം മാനുഫാക്ചറിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഹിൻഡിൽ നിന്നും നമ്മൾ ഈ കോമ്പൗണ്ട് എ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ആ കോമ്പൗണ്ടിൻ്റെ 3 അതർ യൂസസും കൂടി കണ്ടുപിടിക്കണം. BCD 2 തന്നിട്ടുണ്ട്, അടുത്ത 3 യൂസും കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഹിൻഡ് അനുസരിച്ചിട്ട് ഈ കോമ്പൗണ്ട് എ മെഡിസിൻ പ്രിപ്പറേഷനും അലുമിനിയം മാനുഫാക്ചറിലെ ബോക്സൈറ്റ് പ്യൂരിഫിക്കേഷനും ഉപയോഗിക്കുന്നു. നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ബോക്സൈറ്റിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈഡ് കോമ്പൗണ്ട് എ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ 2 ഉപയോഗമായി ഇനി അടുത്ത ഉപയോഗങ്ങൾ BCD ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന്, ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. സോപ്സിൻ്റെയും ഡിറ്റർജൻസിൻ്റെയും പ്രിപ്പറേഷന് വേണ്ടി സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ടു പ്രൊഡ്യൂസ് പേപ്പർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തെ വേറൊരു യൂസാണ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് റയോൺ, സിന്തറ്റിക് ഫൈബർ. റയോണിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കും. ക്വസ്റ്റ്യൻ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ മെംബ്രെയിൻ്റെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ചേംബറിൽ നടക്കുന്ന റിയാക്ഷൻസ് കെമിക്കൽ ഇക്വേഷൻസും സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിൻഡ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ആൻസറിൽ വേണ്ടത്? ടൈപ്പ് ഓഫ് റിയാക്ഷൻ, കെമിക്കൽ ഇക്വേഷൻ, ഗ്യാസ് ലിബറേറ്റഡ് ആൻഡ് ദ കോമ്പൗണ്ട് ഫോംഡ്. ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണ്, ലൈക്ക് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ, കെമിക്കൽ ഇക്വേഷൻ വേണം, ഏത് ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്, ഏത് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഇത്ര ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ആൻസറിൽ വേണമെന്ന് ഹിൻഡ് തന്നിട്ടുണ്ട്. ഇനി ക്ലോർ ആൽക്കലി പ്രോസസ്സ്. ക്ലോർ ആൽക്കലി പ്രോസസ്സ് അത് ആക്ച്വലി സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിപ്പറേഷനുള്ള ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനുള്ള പ്രോസസ്സാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സ്. ഇവിടെ 2 ചേമ്പേഴ്സാണുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ള ചേമ്പേഴ്സ്, അതിലാണ് ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്, റൈറ്റ് സൈഡിൽ കാഥോഡ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ചേമ്പറിൽ NaCl ആണ് ഉള്ളത്. അതായത് ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആണ് ഇലക്ട്രോലൈസ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള
അക്വസ് ഫോമിലുള്ള സോഡിയം ക്ലോറൈഡ് ആണ് ഇലക്ട്രോളിസിസ് ചെയ്യുന്നത് ഈ ക്ലോറൽ ആൽക്കലി പ്രോസസ്സിൽ. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ Na+ അയോൺസും Cl- അയോൺസുമാണ് ലെഫ്റ്റ് സൈഡിലെ ചേംബറിൽ ആദ്യം ഉണ്ടാകുന്നത്. ഇത് ആനോഡാണ്. ആനോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലെ ചേംബറിലെ Cl- ആണ് നെഗറ്റീവ് ചാർജുള്ള അയോൺ. നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആനോഡിൽ വന്ന് ഇലക്ട്രോൺസ് ആനോഡിലേക്ക് റിലീസ് ചെയ്ത് ഡൊണേറ്റ് ചെയ്ത്, അതായത് ഓക്സിഡേഷനാണ് ക്ലോറിന് സംഭവിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മെംബ്രെയിൻ ആ ചേംബറിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ഓഫ് ക്ലോറിൻ ആണ് നടക്കുന്നത്. അതായത് ഇക്വേഷൻ 2Cl- ഗിവ്സ് Cl2 + 2 ഇലക്ട്രോൺ. 2 ക്ലോറിൻ ആറ്റം ഇലക്ട്രോൺസ് ആനോഡിലേക്ക് ഡൊണേറ്റ് ചെയ്ത് ക്ലോറിനിലേക്ക് ഓക്സിഡേഷൻ, അതായത് നെഗറ്റീവിന്ന് 0യിലേക്ക് ഓക്സിഡേഷൻ നമ്പർ മാറി. അപ്പോൾ ഓക്സിഡേഷൻ ക്ലോറിന് സംഭവിച്ചു ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ക്ലോറിൻ. ഇനി റൈറ്റ് സൈഡിലോ? റൈറ്റ് സൈഡിൽ വെള്ളമാണ് ഇലക്ട്രോളിസിസിന് വിധേയമാകുന്നത്. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ വെള്ളം H+ഉം OH- അയോൺസുമായിട്ടാണ് ഇലക്ട്രോളിസിസിൻ്റെ സമയത്ത് സ്പ്ലിറ്റ് ആകുന്നത്. 2 ഹൈഡ്രജൻ ഒരുമിച്ച് അത് H2 ഗ്യാസ് ആയിട്ടാണ് റൈറ്റ് സൈഡിലെ ചേംബറിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ. പിന്നെ OH- വെള്ളത്തിൽ ഉണ്ടാകും. ഇനി ഈ കമ്പൈൻഡ് ഇക്വേഷനായിട്ട് ഈ ഹൈഡ്രജൻ റിലീസ്, അതായത് 2 വാട്ടർ മോളിക്യൂള് ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഈ കാഥോഡിൽ നിന്നും 2 ഇലക്ട്രോൺ എടുത്ത് ഹൈഡ്രജൻ +2 OH-. ഇത് കമ്പൈൻഡ് ഇക്വേഷനാണ്. അതായത് ഒരു വാട്ടർ മോളിക്യൂള് H+ ആൻഡ് OH- ആയി സ്പ്ലിറ്റ് ചെയ്തു, രണ്ടാമത്തതും H+ OH-. അങ്ങനെ ആ 2 H കൂടി ഒരു ഹൈഡ്രജൻ മോളിക്യൂളായി, ബാക്കി റിമൈനിങ് 2 OH-. അങ്ങനെ ഓർത്താൽ ഇത് ക്ലിയറായി മനസ്സിലാകും. ഇത് കമ്പൈൻഡ് ഇക്വേഷനാണ്. ഇനി റൈറ്റ് സൈഡിലെ ഈ ചേംബറിൽ ഹൈഡ്രജനാണ് റിലീസ് ചെയ്യുന്നത്, OH- സൊല്യൂഷനിൽ തന്നെ ഉണ്ടാകും. ഇനി ഈ മെംബ്രെയിൻ ഉണ്ട്, ഈ മിഡിൽ പാർട്ട്. ഇത് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള Na+ അയോൺസ് ഈ മെംബ്രെയിൻ വഴി റൈറ്റ് ചേംബറിലേക്ക് മൂവ് ചെയ്യാണ് ആദ്യം സംഭവിക്കുക. ഈ Na+ അയോൺസ് ഈ റൈറ്റ് സൈഡ് ചേംബറിലുള്ള OH- അയോൺസുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. Na+ഉം OH- കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഇങ്ങനെയാണ് ക്ലോർ ആൽക്കലി പ്രോസസ് വഴി നടത്തുന്നത്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻ: H3PO4 ഫോസ്ഫോറിക് ആസിഡ്, അതിൻ്റെ ബേസിസിറ്റി വാല്യൂ 3 ആണ്. ബേസിസിറ്റി എന്ന് പറയുന്നത് ആ ആസിഡിന് എത്ര H+ അയോൺസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ആ കപ്പാസിറ്റിനെയാണ് നമ്മൾ ബേസിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ H3PO4 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. അതുകൊണ്ട് ബേസിസിറ്റി 3 ആണ്. ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ അയണൈസേഷൻ ഇക്വേഷൻ ഓഫ് ഫോസ്ഫോറിക് ആസിഡ്. അയണൈസേഷൻ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ H3PO4 അയോൺസ് ആയി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റെപ്സ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അയണൈസേഷൻ ഇക്വേഷൻ, ദാറ്റ് ഈസ് സ്റ്റെപ്പ് വൈസ് ഡിസസോസിയേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ഹൈഡ്രജൻ H+ ആയിട്ട് റിലീസ് ചെയ്യും. H3PO4 ന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഒരു H++, ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാകും? H2PO4 അടുത്ത അയോൺ ഉണ്ടാകും. ഒരെണ്ണം പ്ലസ് ആകുമ്പോൾ ഇതിന് നെഗറ്റീവ്, ഒരെണ്ണം മൈനസ്. ന്യൂട്രൽ ആണല്ലോ ഈ H3PO4 ആസ് കോമ്പൗണ്ട് ന്യൂട്രലാണ്. അയോൺസ് ആയി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം പോസിറ്റീവ് അയോൺ, ഒരെണ്ണം നെഗറ്റീവ് അയോൺ. അപ്പോൾ ഒരു H+ പോയി കഴിഞ്ഞപ്പോൾ ഈ സ്റ്റെപ്പ് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ H2PO4 മൈനസിൽ ഒരു ഹൈഡ്രജനും കൂടി റിമൂവ് ചെയ്താൽ H2PO4 എന്ത് ഒരു ഹൈഡ്രജൻ H+ ആയി മാറി, ബാക്കി റിമൈനിങ് ബാക്കിയുള്ളത് ഒരു ഹൈഡ്രജനും PO4 HPO4. അപ്പോൾ 2- ഓൾറെഡി HPO4 മൈനസിൽ ഒരെണ്ണം മാറി, അപ്പോൾ ഇതിന് ഒരു മൈനസ് ചാർജും കൂടി കിട്ടി. അങ്ങനെ ടോട്ടൽ 2-. ഇനി HPO4 2-
അടുത്ത ഒരു ഹൈഡ്രജനും കൂടി ഉണ്ടല്ലോ, അത് തേർഡ് സ്റ്റെപ്പിൽ അതും H+ ആയി പോയി. അപ്പോൾ HPO4 2- എന്നുള്ളത് 3- ആയി. അങ്ങനെ 3 സ്റ്റെപ്പിലായിട്ട് 3 ഹൈഡ്രജൻ H+ ആയിട്ട് ഫോസ്ഫോറിക് ആസിഡിൽ നിന്ന് അയണൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഒരു സബ്സ്റ്റൻസ് അയോൺസായി സ്പ്ലിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് അയണൈസേഷൻ. ഇവിടെ ഫോസ്ഫോറിക് ആസിഡിൻ്റെ അയണൈസേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു പോയിന്റ് കൂടി ഓർക്കാനുണ്ട്. ഫോസ്ഫോറിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ്. വീക്ക് ആസിഡാണ് എന്ന് പറയുമ്പോൾ അയണൈസ് ചെയ്ത് പോസിറ്റീവും നെഗറ്റീവും അയോൺസായി മാറിക്കഴിഞ്ഞാലും അത് അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല. വീണ്ടും ഈ അയോൺസ് റീകമ്പൈൻ ചെയ്ത് ഈ മോളിക്യൂൾ ഫോമിലേക്ക് മാറാനുള്ള ആ പ്രോസസ്സും നടക്കും. അതായത് റിവേഴ്സ് പ്രോസസ്സും നടക്കും വീക്ക് ആസിഡ്സിൻ്റെ കേസിൽ. ഫോസ്ഫോറിക് ആസിഡ് വീക്ക് ആയത് കാരണം ഇവിടെ റിവേഴ്സ് ട്രാൻസാക്ഷനും റിവേഴ്സ് പ്രോസസ്സും നടക്കും. അതായത് ഇവിടെ ഈ ഡബിൾ സൈഡഡ് ആരോ എന്തായാലും നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. കാരണം ഫോർവേഡ് പ്രോസസ്സിൻ്റെ കൂടെ തന്നെ റിവേഴ്സ് പ്രോസസ്സും ഈ വീക്ക് ആസിഡായ ഫോസ്ഫോറിക് ആസിഡിൻ്റെ കേസിൽ ഉണ്ടാകും. ഒരു എക്സാമ്പിളായിട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഇപ്പോൾ നമ്മൾ അയണൈസേഷൻ ചെയ്യുന്നതെങ്കിൽ H+ഉം Cl- അയോൺസായി സ്പ്ലിറ്റ് ചെയ്യും. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു വെരി സ്ട്രോങ് ആയ ആസിഡാണ്. സ്ട്രോങ് ആസിഡിൻ്റെ അയണൈസേഷനും സ്റ്റേബിൾ ആയിരിക്കും. വീണ്ടും റിവേഴ്സ് ആയിട്ട് അയോൺസ് റീകമ്പൈൻ ചെയ്ത് മോളിക്യൂൾസിലേക്ക് മാറാനുള്ള ആ പ്രോസസ്സ് ഉണ്ടാവില്ല സ്ട്രോങ് ആസിഡിൻ്റെ കേസിൽ. അപ്പോൾ HClൻ്റെ കേസിൽ ഇവിടെ നമ്മൾ ഡബിൾ സൈഡഡ് ആരോ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ H3PO4 ഫോസ്ഫോറിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആയത് കാരണം റിവേഴ്സ് പ്രോസസ്സ്, അതായത് അയോൺസ് റീകമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഫോമിലേക്ക് മാറാനുള്ള ആ ആക്ഷനും നടക്കുന്നത് കാരണം നമ്മൾ ഈ ഡബിൾ സൈഡഡ് ആരോ എന്തായാലും കൊടുത്തിരിക്കണം. ഫോസ്ഫോറിക് ആസിഡിൻ്റെ അയണൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടിന്യൂവേഷൻ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പോസിബിൾ ഫോംസ് ഓഫ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിൽ പ്രോഡക്ട്സ് ഈ H3PO4 സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്താൽ ഉണ്ടാകും എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അയണൈസേഷൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി 3 ഹൈഡ്രജൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ H3PO4ൻ്റെ കേസിൽ പറ്റും. ഇവിടെ ഈ H3PO4 സോഡിയം ഹൈഡ്രോക്സൈഡ് NaOHുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഹൈഡ്രജനാണ് ഈ ഫോസ്ഫോറിക് ആസിഡിൽ നിന്ന് റീപ്ലേസ് ചെയ്യുന്നത്, അതിനെ അടിസ്ഥാനത്തിൽ 1 റീപ്ലേസ് ചെയ്യുക, 2 അല്ലെങ്കിൽ 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യുക. അങ്ങനെ എത്ര ഹൈഡ്രജനാണ് റീപ്ലേസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഡിയം സോൾട്ട്സ് ഈ റിയാക്ഷൻ വഴി ഉണ്ടാകും. അതായത് H3PO4ഉം സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്താൽ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ഹൈഡ്രജൻ ആറ്റം H3PO4ൽ ഒരു ഹൈഡ്രജൻ മാത്രമാണ് റീപ്ലേസ് ചെയ്യുന്നതെന്നുണ്ടല്ലോ. ആ റിയാക്ഷനിൽ ഒരു ഫോസ്ഫോറിക് ആസിഡ് ഒരു സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, 1 NaOH. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ്. ഇത് ആസിഡ് പ്ലസ് ബേസ്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ സോൾട്ട് പ്ലസ് വാട്ടർ. ഈ വാട്ടർ H2O, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനാണ് നമ്മൾ റീപ്ലേസ് ചെയ്യണത്. ഈ ഫസ്റ്റ് ടൈപ്പിൽ നോക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ഹൈഡ്രജനും ഈ OHുമായിട്ട് H2O വാട്ടറായി. ഇനി ഇവിടെ ഈ ഫോസ്ഫോറിക് ആസിഡിൽ റിമെയിൻ ചെയ്യുന്നത് H2PO4 ആണ് ഈ ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഭാഗമായിട്ടുള്ളൂ. ആ H2PO4 ഈ സോഡിയവുമായിട്ട് ലിങ്ക് ചെയ്ത് സോഡിയം ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള H2PO4 NaH2PO4. അങ്ങനെ ഈ ഫസ്റ്റ് പ്രോഡക്റ്റ് NaH2PO4 അത് സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. സോഡിയം ഡൈഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ ദെൻ ഫോസ്ഫേറ്റ്, സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആണ് ആദ്യത്തെ പ്രോഡക്റ്റ്. അതായത് ഒരു ഹൈഡ്രജൻ മാത്രം ഫോസ്ഫോറിക് ആസിഡിൽ റീപ്ലേസ് ചെയ്തു. ഇനി 2 ഹൈഡ്രജനാണ് ഫോസ്ഫോറിക് ആസിഡിൽ റീപ്ലേസ് ചെയ്യുന്നതെങ്കിലോ ഈ H3PO4 2 സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ഉള്ള റിയാക്ഷനാണ് നടക്കുക. അപ്പോൾ ആ കേസിൽ അഗെയിൻ ഈ NaOHലെ OHൻ്റെ കൂടെ ഇവിടുന്ന് ഓരോ ഹൈഡ്രജനും ലിങ്ക് ചെയ്ത 2 OHൻ്റെ കൂടെ ഓരോ ഹൈഡ്രജനും ആയിക്കഴിഞ്ഞാൽ 2 വാട്ടർ മോളിക്യൂൾ പോയി. ഇനി
2 ഹൈഡ്രജനാണ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഹൈഡ്രജൻ പോയാൽ ബാക്കി ഇവിടെ HPO4 ആണ് ഈ ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഭാഗമായിട്ടുള്ളൂ. HPO4 ഇനി ഇവിടെ സോഡിയത്തിൻ്റെ കൂടെ ലിങ്കായി വരുന്നത് സോഡിയം HPO4. ഇവിടെ സോഡിയം 2 ഉണ്ട്, കാരണം 2 സോഡിയമാണ് നമുക്കിവിടെ ബാലൻസ് ചെയ്താൽ ഇവിടെ 2 സോഡിയം ഉണ്ട്, Na2 വരും ഇവിടെ. ഇതിൻ്റെ പേര് ഡൈ സോഡിയം. സോഡിയം 2 ഉണ്ട്, അപ്പോൾ ഡൈ സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഈ പ്രോഡക്റ്റിൻ്റെ പേര്. ഇനി 3 ഹൈഡ്രജനാണ് ഫോസ്ഫോറിക് ആസിഡിൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മൾ H3PO4ൻ്റെ കൂടെ 3 സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ റിയാക്ഷനാണ് നടക്കുന്നത്. ഈ 3 ഹൈഡ്രജനും റീപ്ലേസ് ചെയ്താൽ ബാക്കി ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഭാഗമായിട്ട് PO4 മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണയുടെ കൂടെ PO4 കൂടി വന്നു. ഇനി ഇവിടെ 3 സോഡിയം ഉണ്ട്, ഇവിടെ Na3 ആകും. ദെൻ ഓരോ 3 OH- ഉണ്ടാവുമല്ലോ ഈ NaOHൻ്റെ ഭാഗമായിട്ടുള്ള ആ OHൻ്റെ കൂടെ ഇവിടെ നിന്ന് ഓരോ ഹൈഡ്രജൻ വന്ന് അങ്ങനെ 3 വാട്ടർ മോളിക്യൂളുമായിട്ട് ഇതാണ് കംപ്ലീറ്റ് റിയാക്ഷൻ. ഈ പ്രോഡക്റ്റ് Na3PO4 അത് ട്രൈ സോഡിയം ഫോസ്ഫേറ്റ്, ഇതാണ് 3ാമത്തെ പ്രോഡക്റ്റ്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ഫോസ്ഫോറിക് ആസിഡ് റിയാക്ഷൻ നടത്തിയാൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഡിയം സോൾട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഒന്ന് NaH2PO4, 2 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത കേസിൽ Na2HPO4, 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യുന്ന കേസിൽ Na3PO4. ഇതിൽ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത ഈ സോഡിയം ഡൈ ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആസിഡിക് ആണ് നേച്ചർ, അതായത് സൊല്യൂഷനിലാകുമ്പോൾ ആസിഡിക് നേച്ചറാണ് കാണിക്കുക. ഇനി 2ാമത്തെ പ്രോഡക്റ്റ് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, 2 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത കേസിൽ ഉണ്ടാകുന്ന ഇത് ഒരു ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. അതായത് ഈ Na2HPO4 ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതൊരു ബേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. ഇനി ഈ സെയിം പ്രോഡക്റ്റ് ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ആസിഡ് മാതിരി ഇത് വർക്ക് ചെയ്യും. അതായത് അതിന് 2 പ്രോപ്പർട്ടീസും ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ആംഫോട്ടറിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്ന് പറയുന്നത്. ഇനി 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത ഈ ട്രൈസോഡിയം ഫോസ്ഫേറ്റ് അതൊരു നോർമൽ ന്യൂട്രൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. H2+I2 gives 2HI. എല്ലാം ഗേഷ്യസ് ഫോമിലുള്ള സബ്സ്റ്റൻസസ് ആണ്. H2+I2 gives 2HI. ഈ റിയാക്ഷൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇതിൽ പ്രഷറിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ദ ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദിസ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഈ റിയാക്ഷന് പ്രഷർ കൂട്ടിയാലോ കുറച്ചാലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. H2+I2 gives 2HI. എല്ലാം ഗേഷ്യസ് ഫോമിലുള്ള സബ്സ്റ്റൻസ് ആണ്. ഇക്വേഷൻ എഴുതി. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് എത്രയാണ്? ഓരോന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ്. ഇവിടെ 1 മോൾ ഓഫ് ഹൈഡ്രജൻ 1 മോൾ ഓഫ് അയഡിൻ ഗീവ്സ് 2 മോൾ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ്. അതായത് റിയാക്റ്റൻ സൈഡിൽ 1+1 2 മോൾസ്, ഇനി പ്രോഡക്റ്റ് സൈഡിൽ 2HI, അപ്പോൾ 2 മോൾസ് ഓഫ് HI. അത് പ്രോഡക്റ്റ് സൈഡിൽ 2. അതായത് റിയാക്റ്റൻ സൈഡിലും ടോട്ടൽ മോൾസ് 2 ആണ്, പ്രോഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് മോൾസ് 2 ആണ്. അതായത് ഈ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷനിലോ റിവേഴ്സ് റിയാക്ഷനിലോ നമ്പർ ഓഫ് മോൾസിന് വ്യത്യാസമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഇത് രണ്ടും ഈക്വൽ ആയത് കാരണം പ്രഷർ ഡസൻറ്റ് ഹാവ് എനി ഇഫക്റ്റ് ഓൺ ദിസ് ഇക്വിലിബ്രിയം. ഈ പ്രഷറിന് ഈ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയത്തിന് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇഫക്റ്റും ഇല്ല. കാരണം പ്രഷറിന് ഇഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ പ്രഷർ കൂടിയാൽ നമുക്കറിയാം വോളിയം കുറയണം. ഇവിടെ പ്രഷർ നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വോളിയം കുറയുന്നില്ല. വോളിയം പ്രോഡക്റ്റ് സൈഡിലേക്ക് മാറുമ്പോൾ സെയിം വോളിയം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി റിവേഴ്സ് റിയാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം വോളിയമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കൂട്ടിയത് കൊണ്ട് ഫോർവേഡ് റിയാക്ഷനോ റിവേഴ്സ് റിയാക്ഷനോ കൂടുന്നില്ല. ആ ഇക്വിലിബ്രിയത്തിനെ ചേഞ്ച് ചെയ്യാൻ പ്രഷറിന് കഴിവില്ല ഈ റിയാക്ഷൻ്റെ കേസിൽ. കാരണം
ഇവിടെ റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസും പ്രോഡക്ട്സിൻ്റെ നമ്പർ ഓഫ് മോൾസും ഈക്വൽ ആയത് കാരണം. ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അനലൈസ് ചെയ്യേണ്ട നെക്സ്റ്റ് ഇക്വേഷൻ തന്നിരിക്കുന്നത് N2 + 3H2 gives 2NH3. അമോണിയയുടെ ഫോർമേഷനുള്ള കെമിക്കൽ റിയാക്ഷനാണ് നമുക്ക് നോക്കണേ. ഇവിടെ പ്രഷറിനുള്ള ഇഫക്റ്റ് എന്താണെന്ന് അനലൈസ് ചെയ്യാം. N2 + 3H2 gives 2NH3. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1 + 3. റിയാക്റ്റൻസ് സൈഡിൽ 4 മോൾസ്. ഇനി പ്രോഡക്റ്റ് സൈഡിലോ 2NH3 ആണ്. അപ്പോൾ 2 ആണ് നമ്പർ ഓഫ് മോൾസ് പ്രോഡക്റ്റ് സൈഡിൽ. ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറയും. റിവേഴ്സ് റിയാക്ഷൻ നടക്കുമ്പോൾ 2ൽ നിന്ന് 4ലേക്ക് മാറും. അതായത് റിവേഴ്സ് റിയാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് കൂടും. അപ്പോൾ പ്രഷറിന് ഒരു ഇഫക്റ്റ് ഈ റിയാക്ഷനിൽ വരുത്താൻ പറ്റും. അത് ഏത് റിയാക്ഷനെയാണ് അത് മാറ്റുന്നതെന്ന് നോക്കും. പ്രഷർ കൂട്ടുകയാണെന്ന് വിചാരിക്കുമോ? പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയണം. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയണമെങ്കിൽ ഏത് റിയാക്ഷൻ ആയിരിക്കും അത് ഫേവർ ചെയ്യണത്? പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയണം. ഇവിടെ വോളിയം കുറയണത് ഫോർവേഡ് റിയാക്ഷനിലാണ്. 4ൽ നിന്ന് 2ലേക്ക് വോളിയം കുറയുന്നത് ഫോർവേഡ് റിയാക്ഷനാണ്. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ അക്കോർഡിംഗ് ടു ലെ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ പ്രഷർ കൂടുന്നത് ഫോർവേഡ് റിയാക്ഷനെയാണ് കൂടുതൽ ഫേവർ ചെയ്യുന്നത്. അതായത് പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയണം. വോളിയം കുറയണത് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ സൈഡിലാണ്. അപ്പോൾ അമോണിയ കൂടുതൽ ഫോം ചെയ്യും പ്രഷർ കൂട്ടിയാൽ. ക്വസ്റ്റ്യൻ. 2NO + O2 gives റിവേഴ്സിബിൾ റിയാക്ഷൻ 2NO2 + ഹീറ്റ്. ഈ റിയാക്ഷൻ അനലൈസ് ചെയ്യണം. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഈ ടേബിൾ ഫില്ല് ചെയ്യണം. ബേസ്ഡ് ഓൺ നമുക്ക് NO2ൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം. അതായത് ഈ NO2 + O2 കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ NO2 എന്നുള്ള ഈ പ്രോഡക്റ്റിൻ്റെ അളവ് കൂടുതൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ഈ ഓരോ പാരാമീറ്ററിനനുസരിച്ചിട്ട് കൂട്ടണോ കുറക്കണോ എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം ഈ റിയാക്ഷൻ എടുത്തെഴുതുക. 2NO + O2 gives 2NO2 + ഹീറ്റ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് എത്രയാണ്? 2 + 1 3. നമ്പർ ഓഫ് മോൾസ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ് 2. അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറയുകയാണ് ചെയ്യുന്നത്. വോളിയം കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ഇതിനി ഓരോ പാരാമീറ്ററും കൂട്ടണോ കുറക്കണോ ഈ കൂടുതൽ NO2 ഫോം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് അനലൈസ് ചെയ്യേണ്ടത്. ഫോർവേഡ് റിയാക്ഷനിൽ വോളിയം ഇവിടെ കുറയുകയാണ് ചെയ്തത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ്. ഇനി ഈ ടെമ്പറേച്ചറിനെ കൂട്ടണോ കുറക്കണോ ഈ കൂടുതൽ NO2 കിട്ടാൻ വേണ്ടി? ടെമ്പറേച്ചർ എങ്ങനെയാണ് വോളിയവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് അനലൈസ് ചെയ്യുക. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ നാച്ചുറലി വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് ഫോർവേഡ് റിയാക്ഷൻ, അതായത് NO2ൻ്റെ ഫോർമേഷൻ കൂട്ടണം. അതായത് ഫോർവേഡ് റിയാക്ഷനെയാണ് നമുക്ക് കൂടുതൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കേണ്ടത്. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും. അപ്പോൾ നമുക്ക് ഫോർവേഡ് റിയാക്ഷനിൽ വോളിയം കുറവാണ്. അപ്പോൾ നമുക്ക് കുറവാണ് വേണ്ടത്. അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് വേണ്ടത്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം കൂടും. അതായത് വോളിയം കൂടണത് റിവേഴ്സ് റിയാക്ഷനിലാണ്. 2ൽ നിന്നും 3ലേക്ക് റിവേഴ്സ് റിയാക്ഷനിലാണ് വോളിയം കൂടുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ റിവേഴ്സ് റിയാക്ഷനാണ് ഫേവർ ചെയ്യുന്നത്. കൂടുതൽ NO2 കിട്ടാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ കുറച്ചു. ഇനി പ്രഷറിന് ഈ റിയാക്ഷനിൽ എങ്ങനെയായിരിക്കും ഇഫക്റ്റ്? ഇവിടെ ഫോർവേഡ് റിയാക്ഷനിൽ നോക്കുമ്പോൾ 3ൽ നിന്ന് 2ലേക്ക് വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കൂടിയാൽ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പ്രഷർ കൂടിയാൽ വോളിയം കുറയും. അപ്പോൾ പ്രഷർ കൂടിയാൽ വോളിയം കുറയണ ആ റിയാക്ഷനെയാണ് ഫേവർ ചെയ്യുന്നത്. ഇവിടെ ഫോർവേഡ് റിയാക്ഷനാണ് വോളിയം കുറയുന്നത്. അപ്പോൾ നമുക്ക് പ്രഷർ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്ത് കൂടുതൽ NO2 ഉണ്ടാക്കും. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് പാരാമീറ്റർ എമൗണ്ട് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഒരു റിയാക്റ്റൻ്റ് ആണ്. റിയാക്റ്റൻറ്റിൻ്റെ
എമൗണ്ട് കൂട്ടിയ എന്ന അർത്ഥം പ്രോഡക്റ്റ് കൂടുതൽ കിട്ടും. നമുക്ക് വേണ്ടത് NO2 കൂടുതൽ വേണമല്ലോ. അപ്പോൾ കൂടുതലായിട്ട് ഓക്സിജൻ എടുത്താൽ കൂടുതൽ NO2 കിട്ടും. അപ്പോൾ ഇൻക്രീസ്. ഇനി എമൗണ്ട് ഓഫ് NO. NOയും ഒരു റിയാക്റ്റൻ്റ് ആണ്. NOയുടെ അളവ് കൂട്ടിയാലും നമുക്ക് പ്രോഡക്റ്റ് NO2ൻ്റെ അളവ് കൂട്ടാൻ പറ്റും. സോ ഈ കെമിക്കൽ റിയാക്ഷനെ ഈ ഓരോ പാരാമീറ്ററും ടെമ്പറേച്ചർ, പ്രഷർ, റിയാക്റ്റൻറ്റ്, എമൗണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഫേവർ ചെയ്യുന്നതെന്ന് നമ്മൾ ഇതിൻ്റെ ഇക്വിലിബ്രിയത്തിനെ എങ്ങനെയാണ് ഈ പാരാമീറ്റർ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇക്വേഷൻ എടുത്തെഴുതി, നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റൻറ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും എഴുതി. ഈ റിവേഴ്സ് റിയാക്ഷനിൽ ഏത് റിയാക്ഷനിലാണോ വോളിയം കൂടുന്നത്, ഏത് റിയാക്ഷനിലാണോ വോളിയം കുറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ നമ്പർ ഓഫ് മോൾസ് കമ്പയർ ചെയ്തിട്ട്. ഇനി നമുക്ക് വേണ്ടത് NO2ൻ്റെ ഫോർമേഷനാണ്. അതായത് ഫോർവേഡ് റിയാക്ഷനിലാണ് NO2 ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനാണ് നമുക്ക് ഫേവർ ചെയ്ത് കിട്ടേണ്ടത്. അതിനുവേണ്ടി ഈ ഓരോ പാരാമീറ്ററിനും എന്ത് വ്യത്യാസമാണെന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഫോർവേഡ് റിയാക്ഷനിൽ വോളിയം കുറയുവാണ്, 3ൽ നിന്ന് 2ലേക്ക് വോളിയം കുറയുവാണ്. ടെമ്പറേച്ചറിൽ എങ്ങനെ വരും? ടെമ്പറേച്ചർ കൂടിയ വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ഫോർവേഡ് റിയാക്ഷനിൽ വോളിയം കുറയുവാണ് വേണ്ടത്. അപ്പോൾ നാച്ചുറലി ടെമ്പറേച്ചർ കൂട്ടാൻ പാടില്ല, ടെമ്പറേച്ചർ കുറച്ചു, ഡിക്രീസ്. പ്രഷർ, വോളിയം തമ്മിലുള്ള റിലേഷൻ, പ്രഷർ കൂടിയാൽ വോളിയം നാച്ചുറലി കുറയുവാണ് ചെയ്യുന്നത്. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം കുറയുന്ന ഈ ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്ത് കൂടുതൽ NO2 ഉണ്ടാക്കും. സോ പ്രഷർ ഇൻക്രീസസ്. പിന്നെ റിയാക്റ്റൻസിൻ്റെ എമൗണ്ട് കൂട്ടിയാൽ നാച്ചുറലി പ്രോഡക്റ്റായ NO2 എമൗണ്ട് കൂടും. Subscribe to this channel for more videos like this. ക്വസ്റ്റ്യൻ: ഹേബർ പ്രോസസ്സ് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. അതായത് ഈ ഹേബർ പ്രോസസ്സ് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചോദിച്ചിരിക്കുന്നത് വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ഡൺ ഇൻ ദ സിസ്റ്റം ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്. ഈ ഹേബർ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടി സിസ്റ്റത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ചെയ്യേണ്ടതെന്ന് ആൻസർ നോക്കാം. ഹേബർ പ്രോസസ്സ് അമോണിയയുടെ ഫോർമേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? നൈട്രജൻ പ്ലസ് 3 ഹൈഡ്രജൻ ഗീവ്സ് 2 NH3. ഇതാണ് ഹേബർ പ്രോസസ്സിലെ കെമിക്കൽ റിയാക്ഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന എമൗണ്ട് കൂട്ടണം. അതായത് ഈ റിയാക്ഷനിലെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടി ആലാണ് നമുക്ക് ഈ NH3യുടെ എമൗണ്ട് കൂടുതലായി കിട്ടുന്നത്. അതിന് ഏതൊക്കെ പാരാമീറ്റേഴ്സിനെ വ്യത്യാസപ്പെടുത്തണമെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം എഴുതാം. റിയാക്റ്റൻറ്റ് സൈഡിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 1 + 3 4 ആണ് റിയാക്റ്റൻറ്റ് സൈഡിലെ നമ്പർ ഓഫ് മോൾസ്. പ്രോഡക്റ്റ് സൈഡിൽ 2 2 NH3 ആണ് ഫോം ചെയ്യുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് 2. അതായത് ഫോർവേഡ് റിയാക്ഷനിൽ വോളിയം 4ൽ നിന്നും 2ലേക്ക് മോൾസായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഇത്തരം ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മൾക്ക് വേണ്ടത് ഫോർവേഡ് റിയാക്ഷനാണ് നമുക്ക് കൂട്ടേണ്ടത്. ഫോർവേഡ് റിയാക്ഷനാണ് ഇൻക്രീസ് ചെയ്യിപ്പിക്കേണ്ടത്. അതായത് NH3യുടെ ഫോർമേഷൻ. ഏതൊക്കെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഈ NH3യുടെ എമൗണ്ട് കൂട്ടാൻ പറ്റും? നമുക്ക് 1 by 1 അനലൈസ് ചെയ്യാം. ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ, ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം കൂടും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം കൂടണ റിയാക്ഷൻ ഈ റിവേഴ്സ് റിയാക്ഷനാണ്. നമുക്ക് റിവേഴ്സ് റിയാക്ഷൻ, അതായത് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഫേവർ ചെയ്യാൻ പാടില്ല. നമുക്ക് വേണ്ടത് ഫോർവേഡ് റിയാക്ഷനാണ് ഫേവർ ചെയ്യേണ്ടത്. കൂടുതൽ അമോണിയയാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടാൻ പാടില്ല. ടെമ്പറേച്ചർ കുറച്ചാൽ വോളിയം കുറയണ റിയാക്ഷനാണ് ഫേവർ ചെയ്യുന്നത്. വോളിയം കുറയണ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ, ഫോർമേഷൻ ഓഫ് അമോണിയയാണ്. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിൽ വേണ്ടിയത് ടെമ്പറേച്ചർ കുറയ്ക്കണം, കൂടുതൽ അമോണിയ കിട്ടാൻ വേണ്ടി. ഇനി അടുത്ത പാരാമീറ്റർ പ്രഷർ. ഈ ഇതനുസരിച്ചിട്ട് നോക്കുമ്പോൾ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ, പ്രഷർ കൂടിയാൽ നാച്ചുറലി വോളിയം കുറയും. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിലെ പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയണ റിയാക്ഷനെയാണ് ഫേവർ ചെയ്യുന്നത്. ഇവിടെ വോളിയം കുറയണത് ഫോർവേഡ് റിയാക്ഷൻ, അമോണിയ ഫോർമേഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയണ ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്ത് കൂടുതൽ അമോണിയ ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ.
റിയാക്റ്റൻസിൻ്റെ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഒക്കെ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ അമോണിയയുടെ അളവും കൂട്ടാൻ പറ്റും. അത് മൂന്നാമത്തെ. ഇനി റിമൂവ് അമോണിയ ഫ്രം ദ സിസ്റ്റം ആസ് ഇറ്റ് ഈസ് ഫോംഡ്. ഈ N2+ ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് നമുക്ക് അമോണിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ അമോണിയ ഈ സിസ്റ്റത്തിൽ ഹേബർ പ്രോസസ്സിൻ്റെ സിസ്റ്റത്തിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അത് റിവേഴ്സ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനിലേക്ക് മാറി റിവേഴ്സ് റിയാക്ഷനിലേക്ക് പോകാനായിട്ട് ചാൻസ് കൊടുക്കാതെ ആസ് ആൻഡ് വെൻ ഈ അമോണിയ ഫോം ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്നും റിമൂവ് ചെയ്തും അങ്ങനെ നമുക്ക് അമോണിയയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും ഈ ഹേബർ സിസ്റ്റം. ക്വസ്റ്റ്യൻ, ഇത് ഒരു ടേബിൾ ഫില്ലിംഗ് എക്സസൈസ് ആണ്. നമുക്ക് ചില ഫെർട്ടിലൈസേഴ്സിൻ്റെ കെമിക്കൽ നെയിംസ് തന്നിട്ടുണ്ട്. കാൽഷ്യം നൈട്രേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, പൊട്ടാഷ്യം സൾഫേറ്റ്. നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് പ്രൈമറി ന്യൂട്രിയൻറ്റും സെക്കൻഡറി ന്യൂട്രിയൻറ്റും ഈ ഓരോ ഫെർട്ടിലൈസേഴ്സിലെയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി ന്യൂട്രിയൻറ്റ് എന്നാൽ പ്ലാന്റ്സിന് കൂടുതൽ എമൗണ്ടിൽ വേണ്ട എലമെൻസിനെയാണ് നമ്മൾ പ്രൈമറി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പൊട്ടാഷ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യമാണ് ഈ പ്രൈമറി ന്യൂട്രിയൻസിൽ വരുന്നത്. ഇനി സെക്കൻഡറി ന്യൂട്രിയൻസ് പ്രൈമറി ന്യൂട്രിയൻസിൻ്റെ അത്ര അളവിൽ ആവശ്യമില്ല, ഒരു കുറച്ച് എമൗണ്ടിൽ പ്ലാന്റ്സിന് ആവശ്യമുള്ളൂ. അതിനെയാണ് നമ്മൾ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അത് മെയിൻലി കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫറാണ് സെക്കൻഡറി ന്യൂട്രിയൻസിൽ വരുന്നത്. അപ്പോൾ ഈ എല്ലാ ഫെർട്ടിലൈസേഴ്സിലും ഉള്ള പ്രൈമറി ന്യൂട്രിയൻ്റ് ഏതാണ്, സെക്കൻഡറി ന്യൂട്രിയൻ്റ് ഏതാണെന്നാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. കാൽഷ്യം നൈട്രേറ്റ്, കാൽഷ്യം സെക്കൻഡറി ന്യൂട്രിയൻ്റ് ആണ്. നൈട്രേറ്റിൽ NPKയിൽ നൈട്രജനാണ് ഇവിടുത്തെ പ്രൈമറി ന്യൂട്രിയൻ്റ്, കാൽഷ്യമാണ് സെക്കൻഡറി ന്യൂട്രിയൻ്റ്. ഇനി അമോണിയം സൾഫേറ്റ്, സൾഫറാണ് സെക്കൻഡറി ന്യൂട്രിയൻ്റ്. അമോണിയയിൽ NH3 ആണ് അമോണിയ. ഇതിൽ നൈട്രജനാണ് അമോണിയം എന്നുള്ള ആ പോർഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൈട്രജനാണ് പ്രൈമറി ന്യൂട്രിയൻ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നൈട്രജൻ പ്രൈമറി ന്യൂട്രിയൻ്റ്, സൾഫർ സെക്കൻഡറി ന്യൂട്രിയൻ്റ് ഇൻ അമോണിയം സൾഫേറ്റ്. ഇനി കാൽഷ്യം സെക്കൻഡറി ന്യൂട്രിയൻ്റ്, ഫോസ്ഫേറ്റ് NPKയിൽ നൈട്രജൻ, ഫോസ്ഫറസ്, ഇത് P. ഫോസ്ഫറസ് ആണ് പ്രൈമറി ന്യൂട്രിയൻ്റ്, കാൽഷ്യം സെക്കൻഡറി ന്യൂട്രിയൻ്റ്. പൊട്ടാഷ്യം സൾഫേറ്റ്, സൾഫറാണ് സെക്കൻഡറി ന്യൂട്രിയൻ്റ്, പൊട്ടാഷ്യം NPK, പൊട്ടാഷ്യമാണ് പ്രൈമറി ന്യൂട്രിയൻ്റ്, സൾഫർ സെക്കൻഡറി ന്യൂട്രിയൻ്റ്. ഇങ്ങനെ ഓരോ ഫെർട്ടിലൈസറിലും അനലൈസ് ചെയ്ത് എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. NPK ആണ് പ്രൈമറിയിൽ വരുന്നത്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. സെക്കൻഡറിയിലുള്ളത് കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ സെക്കൻഡറി ന്യൂട്രിയൻ്റ്. ഓരോന്നിലും അങ്ങനെ കണ്ടുപിടിച്ചെഴുതുക. ക്വസ്റ്റ്യൻ, ഇവിടെ കോൺടാക്റ്റ് പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു 7 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 7 സ്റ്റേറ്റ്മെൻറ്റ്സും അനലൈസ് ചെയ്തിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ട്രൂ ഉള്ളത് ഏതൊക്കെയാണ്, ഫോൾസ് ഉള്ളത് ഏതൊക്കെയാണ് നമുക്ക് ABCD ആൻസർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനിലാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും തന്നിരിക്കുന്നത്, ABCDയിൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. തന്നിരിക്കുന്ന 7 സ്റ്റേറ്റ്മെൻറ്റ്സും 1 by 1 നമുക്ക് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് കോൺടാക്റ്റ് പ്രോസസ്സ് ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ കോൺടാക്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് കോൺടാക്റ്റ് പ്രോസസ്സ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ SO2 ആൻഡ് O2 ഈസ് എൻഡോതെർമിക്. കോൺടാക്റ്റ് പ്രോസസ്സിലെ SO2-ഉം സൾഫർ ഡയോക്സൈഡും ഓക്സിജനും തമ്മിലുള്ള ആ റിയാക്ഷൻ എൻഡോതെർമിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുള്ള റിയാക്ഷനാണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് SO2 plus O2 gives to SO3 ഹീറ്റ്. ഇതാണ് കോൺടാക്റ്റ് പ്രോസസ്സിൽ നടക്കുന്ന റിയാക്ഷൻ. ഈ റിയാക്ഷൻ എൻഡോതെർമിക് ആണെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇത് റോങ് ആണ്, കാരണം ഇത് ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്.
അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇൻക്രീസ് ഇൻ ദ പ്രഷർ വിൽ പ്രൊഡ്യൂസ് മോർ SO3. ഈ റിയാക്ഷൻ്റെ അനാലിസിസ് നടത്തിയാൽ മനസ്സിലാക്കും. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പ്രഷർ കൂട്ടിയാൽ കൂടുതൽ SO3 കിട്ടുന്നു. നമുക്ക് ഓരോ റിയാക്റ്റൻറ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും വോളിയം നോക്കൂ. റിയാക്റ്റൻറ്റ് സൈഡിൽ 2 + 1 3 ആണ്, പ്രോഡക്റ്റ് സൈഡിൽ 2 ആണ്. SO3 ഫോം ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടാൻ ഉള്ളത് ഫോർവേഡ് റിയാക്ഷനാണ് SO3നെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഫോർവേഡ് റിയാക്ഷനിൽ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കൂടിയാൽ നാച്ചുറലി വോളിയം കുറയും. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നത് ഫോർവേഡ് റിയാക്ഷനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും, കൂടുതൽ SO3 കിട്ടും. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പ്രഷർ കൂടുമ്പോൾ കൂടുതൽ SO3 കിട്ടും, കറക്റ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ വിൽ ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്. ഓക്സിജൻ്റെ എമൗണ്ട് കൂട്ടിയാൽ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്നു ഇല്ല. റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കൂടിയാൽ നാച്ചുറലി പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് കൂടുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ എമൗണ്ട് ഓഫ് SO2. SO2ൻ്റെ എമൗണ്ട് കൂടിയാലോ കുറഞ്ഞാലോ ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ എമൗണ്ട് ഓഫ് SO3. ഇത് കൂട്ടിയാലോ കുറഞ്ഞാലോ SO2ൻ്റെത് കൂട്ടിയാലോ കുറഞ്ഞാലോ SO3യുടെ പ്രൊഡക്ഷന് ഒന്നും സംഭവിക്കുന്നില്ല. അത് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഇനി റിയാക്റ്റൻ്റ് കൂട്ടിയാലും പ്രോഡക്റ്റ് കൂടും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വനേഡിയം പെൻറ്റോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനിൽ വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാറ്റലിസ്റ്റ് ഡസ് നോട്ട് അഫക്റ്റ് കെമിക്കൽ ഇക്വിലിബ്രിയം. കാറ്റലിസ്റ്റ് ഇവിടെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല എന്നാണ് ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി കറക്റ്റ് അല്ല. കാരണം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തിക്കുമ്പോഴാണ് ഈ കോൺടാക്ട് പ്രോസസ്സിൽ ഇക്വിലിബ്രിയം ഫോർവേഡ് റിയാക്ഷൻ പെട്ടെന്ന് നടത്തി കെമിക്കൽ ഇക്വിലിബ്രിയം ഫസ്റ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പെട്ടെന്നാക്കുന്നത് ആ കാറ്റലിസ്റ്റാണ്. അപ്പോൾ കാറ്റലിസ്റ്റ് ആദ്യം ആ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൺസ് ആ കെമിക്കൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആണ് ഈ വനേഡിയം പെൻറ്റോക്സൈഡ് കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് ഈ കോൺടാക്റ്റ് പ്രോസസ്സിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഈ വനേഡിയം പെൻറ്റോക്സൈഡ് കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി കറക്റ്റ് അല്ല. ആദ്യത്തെ ഫസ്റ്റ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനായിട്ടുള്ള ഹെൽപ്പ് ഈ വനേഡിയം പെൻറ്റോക്സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾക്ക് അനലൈസ് ചെയ്യാം. A, B, C, D ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റും ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നു നമുക്ക് 1, 3, 6 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ഡിയിലാണ് 1, 3, 6 കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ റോങ് ആയിട്ടുള്ളത് 2, 4, 5, 7. 2, 4, 5, 7 ആണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. 2, 4, 5, 7 ആണ് ഓപ്ഷൻ ഡി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ: ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയയിൽ എന്താണ് നമ്മൾ ഡ്രൈയിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്? ഏത് സബ്സ്റ്റൻസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷനിൽ ഡ്രൈയിങ് ഏജൻറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാൽഷ്യം ഓക്സൈഡ് CaO, ക്യുക്ക് ലൈം എന്ന് അറിയപ്പെടുന്നു. ക്യുക്ക് ലൈമാണ് നമ്മൾ ഡ്രൈയിങ് ഏജൻ്റായിട്ട് അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്നത്. റിലേറ്റഡ് ക്വസ്റ്റ്യൻ: ക്യാൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ബി യൂസ്ഡ്? ഈ കാൽഷ്യം ഓക്സൈഡിന് പകരം നമ്മൾ സൾഫ്യൂരിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത് ഡ്രൈയിങ് ഏജൻ്റായിട്ട് ഈ അമോണിയ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കെമിക്കൽ ഇക്വേഷൻ എഴുതാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ ഇക്വേഷനും ചോദിച്ചിരിക്കുന്നു. ഇവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈ അമോണിയ പ്രിപ്പറേഷനിൽ ഡ്രൈയിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അമോണിയ ആക്ച്വലി ഒരു ബേസ് നേച്ചറാണ് അമോണിയക്കുള്ളത്. നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ അമോണിയ ബേസ് ആയത് കാരണം ആസിഡുമായിട്ട് റിയാക്ഷൻ
നടക്കും, അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും. അമോണിയ നമ്മൾ ഡ്രൈയിങ് ഏജൻ്റായിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച കെമിക്കൽ റിയാക്ഷൻ നടന്ന് അമോണിയം സൾഫേറ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് അമോണിയയുടെ പ്രിപ്പറേഷനിൽ ഡ്രൈയിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ബേസിക് നേച്ചറാണ് ഈ കാൽഷ്യം ഓക്സൈഡിനുള്ളത്. അതായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ഡ്രൈയിങ് ഏജൻറ്റ് അമോണിയ പ്രിപ്പറേഷനിൽ വരുന്നത്. ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ H2SO4 ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷന് ചോദിച്ചിട്ടുണ്ട്. അമോണിയ 2NH3 പ്ലസ് സൾഫ്യൂരിക് ആസിഡ് H2SO4 gives അമോണിയം സൾഫേറ്റ് NH4 twice SO4 ആണ് അമോണിയം സൾഫേറ്റ്. ക്വസ്റ്റ്യൻ, കുറച്ച് ഫെർട്ടിലൈസേഴ്സിൻ്റെ നെയിം തന്നിട്ടുണ്ട്. യൂറിയ, സോഡിയം നൈട്രേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ് ആൻഡ് പൊട്ടാഷ്യം ക്ലോറൈഡ്. ടേബിൾ ഫില്ലിംഗ് എക്സസൈസ് ആണ്. പ്ലാന്റിൻ്റെ ചില ഫങ്ഷൻസ്, ആ ഫങ്ഷൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഏത് ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, ടു ആക്സിലറേറ്റ് പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റിൻ്റെ ഗ്രോത്ത് ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഏത് ഫെർട്ടിലൈസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ മെയിൻലി നൈട്രജൻ്റെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യൂറിയ, സോഡിയം നൈട്രേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ് ഇവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നൈട്രജൻ്റെ പ്രസൻസ് ഇതിലൊക്കെയാണ്. ദെൻ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. പ്ലാന്റിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? ആക്ച്വലി ദ പ്രൈമറി ന്യൂട്രിയൻസ് NPK, അതിന് പ്രൊഡക്ടിവിറ്റി ഗ്രോത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പൊട്ടാഷ്യത്തിൻ്റെ പ്രസൻസും വളരെ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്നതിന് പൊട്ടാഷ്യവും ഇതാണ്. അപ്പോൾ അമോണിയം ഫോസ്ഫേറ്റും പൊട്ടാഷ്യം ക്ലോറൈഡുമാണ്. ആ കോമ്പിനേഷൻ ആകുമ്പോഴേക്കും NPK അലോങ് വിത്ത് പൊട്ടാഷ്യം എൻഷുർ ചെയ്യാൻ പറ്റും. ദെൻ ടു ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പൊട്ടാഷ്യമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് പൊട്ടാഷ്യം ക്ലോറൈഡ് നമുക്ക് ഉപയോഗിക്കാം. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.